വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഒരു വ്ളോഗ് സത്യം പറഞ്ഞാൽ ഒരു പ്ലാനും ഇല്ലാതെ എടുക്കുന്നൊരു വ്ളോഗാണ്. ഞാൻ രാവിലെ തൊട്ട് തിരക്കായിരുന്നു. അപ്പോൾ ഇന്ന് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഉച്ചയായപ്പോൾ അമ്മ എത്തിയിട്ടുണ്ടായിരുന്നു കൊച്ചിയിൽ, കൊല്ലത്ത് നിന്നും. അല്ല, കൈ കഴിക്കുന്ന ഫോൺ പിടിക്കുമ്പോൾ. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഞാനിപ്പോൾ കൊച്ചിയിൽ വന്നിട്ട് ഒരു 6 years ആയിട്ടുണ്ട്, കൊച്ചിയിൽ സെറ്റിൽഡായിട്ട്. അപ്പോൾ അമ്മ ഇതുവരെയായിട്ടും കൊച്ചിയിൽ ക്രിസ്മസ് എന്ന് പറയുന്നത് കൊച്ചിക്കാർക്ക് ബ്രോഡ്വേ ആണ്. അവിടെ നിന്ന് പറഞ്ഞാൽ ഹോൾസെയിലും കാര്യങ്ങളും അടിപൊളി വൈബാണ്. അപ്പോൾ അമ്മ ഇതുവരെയായിട്ടും ക്രിസ്മസിന് വരെ വന്നിട്ടുണ്ട് കൊച്ചിയിൽ. പക്ഷേ ഇന്ന് വരെ ബ്രോഡ്വേയിൽ ഇതുവരെയായിട്ട് അമ്മ ക്രിസ്മസ് മാർക്കറ്റ് കണ്ടിട്ടില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അമ്മ 2-3 ദിവസമേ ഉള്ളൂ. നമുക്ക് വേറൊരു പ്രോഗ്രാമായിട്ട് വന്നത്, അതെന്താണെന്ന് അടുത്ത വ്ളോഗിൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അമ്മ 2-3 ദിവസത്തേക്ക് വന്നതാണ്. അപ്പോൾ ഈ വർഷം മേ ബി അമ്മ ക്രിസ്മസ് നാട്ടിലായിരിക്കാം, അറിയില്ല. അപ്പോൾ അമ്മയും കൊണ്ട് ഞാൻ ആലോചിച്ച് തന്നെ എന്നാൽ പിന്നെ ബ്രോഡ്വേയിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് അമ്മ ആദ്യമായിട്ട് ക്രിസ്മസ് മാർക്കറ്റ് കണ്ടു ബ്രോഡ്വേയിൽ. എന്തായാലും അമ്മയെ കൊണ്ടേ കാണിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഈ പറയുന്ന പോയപ്പോഴത്തേക്ക് ചെറിയ ഇഷ്ടം തോന്നിയിട്ട് ഞാൻ ബ്രോഡ്വേയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനോടൊപ്പം തന്നെ ഞാൻ ബ്രോഡ്വേയിൽ പോയി അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ കുറച്ചേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുണ്ട്. അതപ്പം നിങ്ങൾ പോയി കണ്ടിട്ട് അപ്പോഴത്തേക്കും ഞാൻ വാങ്ങിയ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ. ഞാൻ ഈ വാങ്ങിയ ഐറ്റംസ് എല്ലാം ബിലോ 2000 ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് വാങ്ങിയത് ഈ ഒരു മേരി ക്രിസ്മസ് എന്ന് എഴുതിയ, ഇതിനെന്താ പറയാ ഓക്കെ, പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ മേരി ക്രിസ്മസ് എന്ന് എഴുതിയ ഈ ഒരു സംഭവമാണ് കിട്ടിയത്. സത്യം പറയാൻ എൻ്റെ മൈൻഡ് മൊത്തം ഔട്ടായി കിടക്കുക. ഞാൻ നല്ല ടയർഡാണ്. അപ്പം ഞാൻ ആലോചിച്ചു ഇത് വാങ്ങിയത് കൊണ്ട് മാത്രം ഇപ്പം കുറച്ച് സാധനമുള്ളൂ, 2-3 സാധനമുള്ളൂ. അപ്പം ഞാൻ ആലോചിച്ചു ഇപ്പം തന്നെ ഡെക്കറേറ്റ് ചെയ്യാം. കാരണം ഞാൻ 2-3 ദിവസം ഇനി ഇവിടെ കൊച്ചിയിൽ കാണത്തില്ല. അപ്പം ഞാൻ ചെയ്തേക്കാം, മനസ്സിലായില്ല. സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു വ്ളോഗായിരിക്കും. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തായാലും ഇത്രയും വാങ്ങി അപ്പോൾ ഒരു വ്ളോഗ് ചെയ്തേക്കാം എന്നൊരു മൈൻഡിലാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ. സോ ഞാൻ ഇത് ആലോചിച്ചു. നമ്മൾ ഫ്ലാറ്റിലായതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഔട്ട്ഡോർ ഒന്നും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇത് നമുക്കിങ്ങനെ ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്യിക്കാം. ഇത് നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തോരം കളക്ഷൻസ് ആണെന്ന് അറിയാം. പക്ഷെ അത് ഈ പറയുന്നത് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ബ്രോഡ്വേയിൽ. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇത് നല്ല ഹാങ് ചെയ്യണ്ട. അപ്പോൾ കാണിച്ചിടാം. ഓക്കെ, നല്ല ഭംഗിയുണ്ടല്ലോ. ഇത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിയതാണ്. ഇത് 2 സെപ്പറേറ്റ് ആയിരുന്നു. പക്ഷെ നല്ല ഭംഗിയുണ്ട്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹാങ് ചെയ്യാം. ഓക്കെ ആണോ അമ്മ ചോറ് കഴിച്ചോണ്ട് അമ്മ ക്ഷീണിച്ച് ഫുഡ് കഴിക്കുന്നതിന്റെ തിരക്കിലാണ്. കൊള്ളാം. ഇത് മറ്റേ LED ലൈറ്റ്സ് ആണ് കേട്ടോ. അമ്മ ജോയിൻ ചെയ്യുന്നോ, കൂടുന്നോ? ഇല്ല. അപ്പോൾ ഇനി ഈ ഒരു ലൈറ്റ്സ് ആണ് മേടിച്ചത്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഒരു കർട്ടൻ ഏരിയയിൽ ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല വലിയൊരു ക്രിസ്മസ് ആംബിയൻസ് ഒന്നുമല്ല ക്രിയേറ്റ് ചെയ്യുന്നത്. ചുമ്മാ പോയപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ എന്നാൽ ചെറിയൊരു നമുക്ക് എന്നാൽ താമസിക്കുമ്പോഴത്തേക്ക് ചെറിയൊരു ആ ക്രിസ്മസ് വൈബ് കിട്ടാൻ വേണ്ടിയിട്ട്. ദാറ്റ്സ് ഇറ്റ്. ഞാൻ തന്നെ എന്താ പറയുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. എന്നെ മൊത്തം എനിക്ക് വിഷം ഉറക്കം വന്ന് കുളിച്ചിട്ട് കഴിക്കണം. എന്തായാലും നമുക്ക് ഇത് എന്താണ് ഇത് നമുക്കിത് LED ലൈറ്റ്സ് സെറ്റ് ചെയ്യാം. ഓക്കെ. കുരുക്ക് കഴിക്കാൻ ഇച്ചിരി പാടാണല്ലേ. ഏകദേശം സെറ്റ് ചെയ്തിട്ട് കാണിക്കാൻ. കാരണം എനിക്ക് കുറേ നേരം എന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് എത്രയും പെട്ടെന്ന് ഇത് ഫാസ്റ്റ് ആക്കണം.
ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വന്നത്. വലിയ വൃത്തിയൊന്നും ഇല്ല കേട്ടോ, കാരണം ഞാൻ വിചാരിച്ച കുറച്ചുകൂടെ ലെന്ത് കാണുമെന്ന് വിചാരിച്ചു, പക്ഷെ അങ്ങനെയൊക്കെ ആയി. ബട്ട് ഓക്കെ, ഉള്ളത് കൊണ്ട് ഓണം പോലെ. പക്ഷെ ഓക്കെയാണ് കേട്ടോ. ഞാൻ ആക്ച്വലി ഭയങ്കര, ഞാൻ നേരത്തെ പറഞ്ഞ ഭയങ്കര ടയേർഡാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും ചിന്തിച്ച് ഭയങ്കരമായിട്ട് ഇത് ചെയ്യാനുള്ള മൈൻഡ് വരുന്നില്ല, കുറച്ച് ദിവസം കാണത്തില്ല. അതുകൊണ്ടാണ് ഓക്കെ ദെൻ ഇങ്ങനെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. മേ ബി പറയാൻ പറ്റില്ല, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് എല്ലാം എൻ്റെ പരിപാടി കഴിഞ്ഞ് ഫ്രീ ആകുമ്പോഴായിരിക്കും ഇനി കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്യുമായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ക്രിസ്മസ് ട്രീ സെറ്റാക്കാം. ഇനി ഒരു സ്റ്റാർ വാങ്ങിയിട്ടുണ്ട്. ഇത് നമുക്കല്ല കേട്ടോ, അമ്മ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. പക്ഷെ ഇതിനകത്ത് അവിടെ അവർ ഇട്ടിരുന്നത്, ഇതിനകത്തൊരു ബ്ലൂ കളർ ലൈറ്റ് ഉണ്ടല്ലോ, എന്നിട്ട് നല്ല ഭംഗിയായിട്ട് അമ്മ ബ്ലൂ കളർ ബൾബ് ഇട്ടാൽ മതി കേട്ടോ. ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനിയെന്ന് പറഞ്ഞാൽ ഒരു ട്രീ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു ഇവിടെ സെറ്റ് ചെയ്യാമെന്ന്. ഇവിടെ അപ്പോഴത്തേക്ക് നമുക്കൊരു കാണുന്നൊരു ക്രിസ്മസ് ആംബിയൻസ് ഫീൽ തോന്നുമായിരിക്കും. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇവിടെ എന്തായാലും ഈ പോട്ട് മാറ്റിയിട്ട് ഇവിടെ കുറച്ച് കോട്ടൺസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. കാരണം ഞാൻ കോട്ടൺ വാങ്ങിയിട്ടുണ്ട്, 50 രൂപയുടെ കോട്ടണാണ്. അപ്പം നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ ചെയ്യട്ടെ. ഇതാണ് ഗൈസ് ട്രീ. ഓക്കെ ആണോ, കറക്റ്റ് ആണോ ഇരിക്കുന്നത്? തലയിൽ വരെയല്ലേ, ഞാൻ ഇന്നീറ്റ് വന്ന് നോക്കണം. ഞാൻ കോട്ടൺ സെറ്റ് മഞ്ഞ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ആക്ച്വലി എവിടെ നിന്നാണ് കിട്ടിയെന്ന് അറിയോ? അമ്മയ്ക്കറിയാം എനിക്ക് ഇങ്ങനെ കോട്ടൺ വെക്കുന്നത് ഇത് എവിടെ നിന്ന് കിട്ടിയതാണെന്ന്. എനിക്കിത് കിട്ടിയെന്ന് പറഞ്ഞാൽ അമ്മയുടെ ഫാമിലിയിൽ അൻഷോക്ക, ബേബി അമ്മയുടെ വീട്ടിൽ അവിടെ ചെല്ലുമ്പോൾ അൻഷോക്ക് ഇങ്ങനെ ക്രിസ്മസ് ട്രീ ഒക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു മഞ്ഞ ഫീൽ കിട്ടാൻ വേണ്ടി, സ്നോ ഫീൽ കിട്ടാൻ വേണ്ടി ഇങ്ങനെ കുറെ കോട്ടൺസ് ഇങ്ങനെ വെക്കും. അന്നിങ്ങനെ ഈ പച്ച ലീഫ് ഉണ്ടല്ലോ, അതിങ്ങനെ കോട്ടൺ ഇങ്ങനെ നിവർത്തി വെക്കും. അപ്പം ഇല്ല മഞ്ഞിങ്ങനെ വീണടക്കുന്ന പോലെ. അതിൻ്റെ കൂട്ടത്തിൽ ഈ 2 കുട്ടി കുട്ടി ബോൾസാണ് മേടിച്ചിട്ടുള്ളത്. ഞാൻ ഇത്രയും വാങ്ങിയിട്ടുള്ളൂ, വേറെ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. ഇതുപോലെ സെറ്റ് മേടിക്കുന്നതിനകത്ത് കുറച്ച് LED ലൈറ്റ്സ് കൂടെ വാങ്ങി വെച്ചാൽ നല്ലതായിരിക്കും. അത് ഞാനങ്ങ് മറന്നു, ഇവിടെ എന്തെങ്കിലുമൊക്കെ വെക്കണ്ടായിരുന്നു അല്ലേ. അതെങ്ങനെ ബ്രോഡ്വേയിൽ കണ്ണ് തെറ്റി അമ്മ മിസ്സാ കിടക്കണം, അമ്മ മിസ്സായിട്ട്. എന്തായാലും മേ ബി ഒന്നുകൂടെ പോകേണ്ടിയിരുന്നു ബ്രോഡ്വേയിൽ. ഇപ്പോഴും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും പഴയ ലുക്ക് കാണിച്ചു തരാം. കാരണം എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല, അമ്മയും കൂടെ വിളിക്കണം, എനിക്ക് ടയേർഡായി. അമ്മയാണെങ്കിൽ അതേറി ഉറക്കത്തിൻ്റെ ഒരു വൈബിലിരിക്കുന്നത്. അമ്മ എന്തായാലും വീഡിയോയിൽ വരത്തില്ല. അമ്മ എന്തായാലും ഫൈനൽ ലുക്ക് ചെയ്യാൻ കാണിച്ചിട്ട് ഒറ്റയ്ക്ക് ചെയ്താൽ ഞാൻ ടൈം എടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ. വളരെ ക്യൂട്ട്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞൊരു ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻസ്. ആക്ച്വലി ഞാൻ എൻ്റെ മൈൻഡിൽ എനിക്ക് ക്രിസ്മസ് ട്രീ വാങ്ങണം ചെയ്യണം എന്നൊന്നുമില്ല. കാരണം എനിക്ക് വേറെ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് എന്താണെന്നൊക്കെ ഞാൻ വഴി പറയാം. അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ ഇത് സെറ്റ് ആക്കുള്ളൂ എന്നെനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ബട്ട് ഇന്ന് ഞാൻ പോയപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു, എനിക്കും കണ്ടപ്പോൾ ഒരു ക്രഷ് തോന്നി ഞാൻ വാങ്ങിയതാണ്. അല്ലാതെ ഒന്നും പ്ലാൻഡ് ആയിരുന്നില്ല. അപ്പോൾ എന്തായാലും ഒരു ക്യൂട്ട് ട്രീ വാങ്ങി, എനിക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്രിസ്മസ് ആണ്. അപ്പോൾ അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മ പാത്രത്തെ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ഒരു മിനി ഡെക്കറേഷൻ വ്ളോഗ്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു സൂൺ. ബൈ.